സംസ്ഥാനം നിർദ്ദേശിച്ച 175-ൽ ശേഷിക്കുന്ന 109 ഗ്രാമപഞ്ചായത്തുകളെ കൂടി തീരദേശ നിയന്ത്രണ മേഖല കാറ്റഗറി 2ലേക്ക് ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. 2019-ലെ CRZ കരട് വിജ്ഞാപന പ്രകാരം പഞ്ചായത്തുകളുടെ സ്വഭാവമനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാം. ഇതനുസരിച്ച് 175 പഞ്ചായത്തുകൾ CRZ 2ലേക്ക് മാറ്റാൻ സംസ്ഥാനം നിർദ്ദേശിച്ചുവെങ്കിലും 66 എണ്ണം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. സംസ്ഥാനം നിർദ്ദേശിച്ച 175-ൽ ശേഷിക്കുന്ന 109 ഗ്രാമപഞ്ചായത്തുകളെ കൂടി തീരദേശ പരിപാലന മേഖല കാറ്റഗറി 2ലേക്ക് ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ആവശ്യപ്പെട്ടു. ചട്ടം 377 പ്രകാരമാണ് പാർലമെന്റിൽ ഈ വിഷയം കെ.സി. വേണുഗോപാൽ എം.പി. ഉന്നയിച്ചത്. ഭൂമിയുടെ ലഭ്യത, ജനസാന്ദ്രത, തീരദേശ ഗ്രാമപഞ്ചായത്തുകളുടെ വികസിത സ്വഭാവം എന്നിവ കണക്കിലെടുക്കാതെയാണ് നിലവിൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. 2019-ലെ CRZ കരട് വിജ്ഞാപന പ്രകാരം ഗ്രാമപഞ്ചായത്തുകളുടെ സ്വഭാവമനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാം. ഇതനുസരിച്ച് 175 ഗ്രാമപഞ്ചായത്തുകൾ CRZ കാറ്റഗറി 2ലേക്ക് മാറ്റാൻ സംസ്ഥാനം നിർദ്ദേശിച്ചുവെങ്കിലും 66 എണ്ണം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. പലതവണ ഈ വിഷയം ചർച്ച ചെയ്തെങ്കിലും 4 വർഷത്തോളമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ടെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. തീരദേശ നിയന്ത്രണ മേഖലയിലെ ചട്ടങ്ങൾ സംബന്ധിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ ആശങ്കയാണുള്ളതെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. നിലവിലെ CRZ ചട്ടപ്രകാരം മത്സ്യത്തൊഴിലാളികളുടെ വീടുകളും വാസസ്ഥലങ്ങളും നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും. കൂടാതെ തീരപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെ ഈ നിയന്ത്രണങ്ങൾ ഗുരുതരമായി തടസ്സപ്പെടുത്തുന്നുമുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.